പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴേക്ക് കഴിഞ്ഞ ദിവസം ഇച്ചിരി ലേറ്റ് ആയില്ലോ വെച്ചാൽ 11 മണി കഴിഞ്ഞാലോ വീഡിയോ വന്നപ്പോൾ അങ്ങനെ ചുരുങ്ങിയത് ഒരു 15 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്. മാഷ് ഇതുപോലെ തന്നെ 4-5 പേര് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ശരിക്കും ആ ഒരു 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 കൂട്ടായ്മയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും വി ബിലോങ്സ് ടു വൺ ഫാമിലി. അതിൽ എനിക്ക് അത്ഭുതം തോന്നിയത് എന്നെ ഇതുവരെ കാണാത്തവർ വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ചങ്ങനാശ്ശേരി എന്ന് വിളിച്ചേക്കാണ്. അച്ഛൻ വീഡിയോ വന്നില്ലല്ലോ. ഞാനിപ്പോൾ പല കാര്യങ്ങളുടെ ഇടയിൽ എനിക്കത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മാഷെ വിളിച്ചു കഴിഞ്ഞാൽ വേഗം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ മാഷെ വിളിച്ചപ്പോൾ മനസ്സിലായി ഇത് വന്നിട്ടില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, വലിയൊരു കൃപയാണ് നിങ്ങളിങ്ങനെ ശരിക്കും ഇവിടെ കൂടെ നിന്ന് ശരിക്കും വചനത്തിനായിട്ടൊക്കെ ദാഹിക്കുന്നു എന്നുള്ളത്. അത് വലിയൊരു പ്രോത്സാഹനമാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ഇത് കണ്ട് ആരംഭിക്കുന്ന പലരെയും ഞാൻ വേണം അച്ഛൻ മോർണിംഗിൽ ആ വീഡിയോ കണ്ട് ആരംഭിക്കുമ്പോഴാണ് ഒരു അഭിഷേകം ഉണ്ടാവുന്നത്. അത് നേരത്തെ തന്നെ ഇടാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കുന്നൊക്കെ പലരും പറഞ്ഞു. ഇപ്പോൾ സൈജു ആണെങ്കിലും ജോലിയും കാര്യങ്ങളിലൊക്കെ ഇടയിലാണ്. അന്ന് എറണാകുളത്തേക്ക് പോകുന്നു, വരുന്നു, രാത്രി 7-8 മണിയാകുമ്പോൾ വരുമ്പോൾ എന്നിട്ടാണ് വീഡിയോ ചെയ്യണു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വല്ല ആശുപത്രി കേസൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പുറകിൽ പോകണു. അങ്ങനെ അവനാണെങ്കിലും നമ്മൾ അറിയാലോ, അവൻ്റെ ഒരു നല്ല മനസ്സിലാണ് ഈ ശുശ്രൂഷ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഇതൊക്കെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഹോറർ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു പുരോഹിതനെ പുറകിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇടവക അല്ലെങ്കിൽ അതിൽ കുറച്ച് പരിപാടികളായിട്ട് പോവുക അങ്ങനെ മാത്രമായിട്ട് തീരും. അങ്ങനെ തീരാനുള്ളൊരു വിളിയല്ല ഒരു പുരോഹിതൻ്റെ. വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം സമർപ്പിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ തൂങ്കുഴി പിതാവ് എനിക്ക് ബൈബിൾ തന്നു. അതായത് പട്ടം കിട്ടുമ്പോൾ എല്ലാ അച്ഛന്മാരോടും പറയുന്നതാണ് സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും. ആയ സുവിശേഷത്തിന് സുവിശേഷത്തിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാൽ മാത്രമാണ് ആ സുവിശേഷം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. സുവിശേഷം ആകുവാനും അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ആയ സുവിശേഷം ഏകുവാനും പിന്നെ ഞാൻ അയക്കുന്നു എന്നാണ് അന്ന് തൂങ്കുഴി പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. അത് പോട്ടെ, ഇനി നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഗലാത്തിയ 2:20 ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനോടെ വചനം പറയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചിട്ടുള്ളത്. യേശു എന്നെ ഈ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കായാലും എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ എൻ്റെ യേശു എന്നെ ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ പറയാറ്, മടുത്ത് വെച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മടുത്ത്, ഇനി വേണ്ട, ഇങ്ങനൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തി, കൂടെ ഉദാശകൾ സ്വീകരിക്കുന്ന വ്യക്തി. എന്നാൽ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം പ്രിയ സഹോദരങ്ങളെ നമ്മൾ അനുദിനം അത് ആഴപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒരു വഴിക്ക് പോകും, നമ്മുടെ പ്രായോഗിക ജീവിതം വേറെ വഴിക്ക്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചാൽ മാത്രമാണ് എനിക്കാനന്ദമുണ്ട്, സന്തോഷമുണ്ട്, മനുഷ്യൻ്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താലേ, ഇനി നിരാശനല്ല, ക്ഷീണിതനല്ല, സന്തോഷത്താൽ പൂർണ്ണനായിടും. ആ വചനത്താൽ സന്തോഷമുണ്ട്, ആ വാക്കിനാൽ വിടുതലുണ്ട്, ആ വചനത്താൽ പൂർണ്ണതയുണ്ട്, ആ വാക്കിനാൽ നിറവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഈശോ നമ്മുടെ കൂടെ. എൻ്റെ ജീവിതം സമർപ്പിച്ച് എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ച എൻ്റെ യേശുവിൽ വിശ്വസിച്ചിട്ടുള്ള ജീവിതം അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, അങ്ങനെയല്ലേ വചനം പറയുന്നത്, അങ്ങനെയല്ലേ എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ വിശ്വസിച്ചു. അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.